ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഖത്തർ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം നടന്നത് എവിടെയാണെന്ന് വ്യക്തമല്ല. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. റഹീസ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ശ്രീനിധി, ഏത് ഭാഗത്താണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളത് ഈ ഖത്തർ പുറത്തുവിട്ട വിശദീകരണ കുറിപ്പിൽ ഇല്ല. അതായത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു കുറിപ്പ് പുറത്തുവിടുന്നത്. അതിൽ ഖത്തർ കോസ്റ്റൽ പട്രോൾസ് നടത്തിയ ഒരു പരിശോധനയിൽ തങ്ങളുടെ ഒരു കപ്പലിന് നേർക്ക് ആക്രമണം ഉണ്ടാവുകയും അതിൽ 2 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും മറ്റൊരാൾക്ക് പരിക്കേറ്റു എന്നുമുള്ള വിവരങ്ങളാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഖത്തർ സ്വദേശിയാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തം. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഈ ശനിയാഴ്ച വൈകിട്ടോടുകൂടി തിരികെ എത്തേണ്ടിയിരുന്ന കപ്പൽ അന്ന് എത്തിയില്ല. അതിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കപ്പൽ കാണപ്പെട്ടു. അതിൽ ആണ് ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ട നിലയിൽ ഉണ്ടായിരുന്നത്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് ഉണ്ടായ ഒരു അപകടമാണ്. ആക്രമണത്തിൽ ഉണ്ടായ ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഒരു മരണമാണ് എന്ന നിലയിലേക്കാണ് ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അത് ഖത്തറിന്റെ എവിടെയാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്ന് വ്യക്തമല്ല. നമുക്കറിയാം, ഇന്ന് രാവിലെ ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കുവൈറ്റിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഖത്തർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിമ്പിൾ അലേർട്ടുകൾ നൽകുകയോ അല്ലെങ്കിൽ തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു സൂചന നൽകുകയോ ചെയ്തിരുന്നു. പക്ഷേ ഖത്തറിന്റെ തീരം ലക്ഷ്യമാക്കിയും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത് ഏത് കപ്പലാണെന്നോ അല്ലെങ്കിൽ മറ്റ് എവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് അല്ലെങ്കിൽ ആക്രമണം നേരിട്ടത് എന്നുള്ളതൊന്നും വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഒരാൾക്ക് കൂടി ഇത്തരത്തിലൊരു സംഘർഷത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ ഭാഗമായി ഒരു ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തിൽ ഒരാൾ കൂടി വർദ്ധിക്കുകയാണ്. അതൊരു ഖത്തർ സ്വദേശിയാണ്, കപ്പൽ ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രീനിധി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.